السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആല ഇംറാനിന്റെ 200-ാം വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും ക്ഷമയിൽ പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാമെന്ന കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട്. നാം പിറന്നു വീണ രാജ്യത്തെ സ്നേഹിക്കുകയും അവിടെ വിലപ്പെട്ട സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മാനസികവും ശാരീരികവുമായ കരുത്ത് നേടിയെടുത്ത് രാജ്യസേവനത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യന് നൽകപ്പെട്ട നന്മ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഖുലുഖുൻ ഹസൻ, സൽ സ്വഭാവമെന്നാണ് അതിന് നൽകിയ മറുപടി. രാജ്യസേവനത്തിന് ഒരുങ്ങുന്നവർക്ക് കൃത്യനിഷ്ഠയും അടുക്കും ചിട്ടയും അനിവാര്യമാണ്. നല്ല സമയത്ത് നന്മകൾക്കായി ഒരുങ്ങിത്തിരിക്കണം. അസ്വലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമമാണെന്ന ബാങ്കിന്റെ ശബ്ദം പള്ളിമിനാരങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ നമസ്കാരത്തിനായി അവൻ തയ്യാറാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സ്വല്ല സുബ്ഹ വഹുവ ഫീ ദിമ്മത്തില്ലാ, ഒരാൾ സുബ്ഹ് നമസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹുവിന്റെ കാവലിലും സംരക്ഷണത്തിലുമാണ്. ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ, തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. നമസ്കാര നിർവഹണ ശേഷം ശിരസ്സുയർത്തി അവർ കർമ്മമണ്ഡലങ്ങളെ ധന്യമാക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരേ മനസ്സോടെ ഐക്യത്തോടെ കഅന്നഹും ബുൻയാനുൻ മർസൂസ്, സുദൃഢമായി സംയോജിപ്പിച്ച ഒരു മതിൽക്കെട്ട് പോലെ, കൽ ബുൻയാനി യശുദ്ദു ബഅ്ളുഹു ബഅ്ള, പരസ്പരം ശക്തി പകരുന്ന കെട്ടിടം പോലെ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അള്ളാഹുവിനെ ഓർത്ത് രാജ്യത്തിന്റെ നായകർക്കൊപ്പം അവർ ചേർന്നു നിൽക്കുകയാണ്. ലബ്ബൈക യാ വതനസ് സഅദതി വൽ വഫാ, പിറന്ന മണ്ണേ, നിനക്കായി എന്തും സമർപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്, നിന്റെ വിളിക്കുത്തരം നൽകാൻ സദാ ഞങ്ങൾ ഒരുക്കമാണ് എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തോടെ രാജ്യസേവനത്തിനായി യുവാക്കൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ കായിക ശേഷി വർദ്ധിക്കുന്നു, അവരുടെ ചിന്ത ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു, അവരുടെ സ്വഭാവം നന്നാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ശാരീരികവും മാനസികവുമായ കരുത്തുള്ള വിശ്വാസികളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫി, ദുർബലനായ വിശ്വാസിയേക്കാൾ റബ്ബിന് ഇഷ്ടം കരുത്തനായ വിശ്വാസിയെയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ രാജ്യത്തിന്റെ ഖിദ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾക്ക് അഭിമാനമാണ്, നിങ്ങൾക്ക് കൺകുളിർമയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ എന്ന് പ്രാർത്ഥിക്കുന്ന നാം, രാജ്യസേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനായി ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ മക്കളുടെ നല്ല തീരുമാനങ്ങളിൽ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. രാജ്യസേവനത്തിന് അണിചേരാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യവും പുണ്യവുമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. രാജ്യത്തിന് സ്വയം സമർപ്പിക്കുക, അത് സായിദിന്റെ മക്കളുടെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്ന ഒന്നാണെന്ന് രാജ്യത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. രാജ്യസേവനം ഇമാറാത്തികൾക്ക് അഭിമാനമാണ്. സ്വന്തം സൗഹൃദങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മാറി നിന്ന് മണ്ണിനും മനുഷ്യർക്കും സേവനം നൽകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ദുനിയാവിലും പാരത്രിക ലോകത്തും നാഥൻ നന്മകൾ ചൊരിയട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.